ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളൊരു വൺ ഡേ ട്രിപ്പ് പോവാണ് കേട്ടോ. ഞങ്ങൾ അതിരപ്പള്ളി പോകാനാണ് ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അന്ന് തൃശ്ശൂർ റെഡ് അലേർട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ സ്ഥലം മാറ്റി ചാവക്കാട് പോകാനായിട്ട് തീരുമാനിച്ചു. ചാവക്കാടത്തെ ഫാം വില്ലയിലേക്കാണ് ഞങ്ങൾ പോണത്. ഒരു 8:30 ആയപ്പോൾ വണ്ടി വന്നു. ഞങ്ങൾക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. റെഡ് അലേർട്ട് ഞാൻ മഴയാവോ, അങ്ങോട്ട് കയറാൻ പറ്റുമോ ഒന്നും അറിയില്ല. ഒരു 10 മണിക്ക് ആയപ്പോഴേക്കും ഞങ്ങൾ അവിടെ എത്തി. എൻട്രി ഫീസ് അവിടെ ഒരാൾക്ക് 200 രൂപയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ അവർ നമ്മുടെ കയ്യിൽ കുറച്ച് ഇലകളും പുല്ലൊക്കെ തരും. അപ്പോൾ അത് ഒട്ടകത്തിനും അതേമാതിരി കുതിരയ്ക്കും ഒക്കെ ഫീഡ് ചെയ്യാൻ നമുക്ക് അങ്ങനെ പേടിയൊന്നും തോന്നില്ല. കണ്ട സിമ്പിളായിട്ട് കൊടുക്കാം. ഇതൊരു എക്സ്പീരിയൻസ് തന്നെയല്ലേ. പേടിയുള്ളൊരു ഇങ്ങനെയൊക്കെയാണ്. മീനിനെ ഫീഡ് ചെയ്യാം. നല്ല രസമാണ് അല്ലേ. കണ്ട പേടിയില്ലാത്തവർക്കൊക്കെ ഇങ്ങനെ കൊടുക്കാം. പിന്നെ നല്ല നല്ല കോഴികൾ, കണ്ട കോഴിയെന്ന് പറയും, നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ മുയലുകൾ, പണ്ട് കാലത്തൊക്കെ വീടുകളിൽ മുയലും അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. ഇപ്പം ഒന്നുമില്ല. അങ്ങനെ മുയലിനെയും ഒക്കെ കാണാൻ പറ്റി. കുട്ടികൾക്കും നല്ല ഇഷ്ടമായി. ഈ പൂച്ചനെ കണ്ട പൂലിയാന്ന് അവൻ്റെ വിചാരം. ഭയങ്കര ദേഷ്യക്കാരനാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് പൂച്ചനെയൊക്കെ അവർ ചോദിച്ചു കയ്യിലെടുക്കണമെന്ന് ചോദിച്ചു. ഇഷ്ടമുള്ളവർക്കൊക്കെ കയ്യിലെടുക്കാം. കങ്കാരുവിൻ്റെ കുഞ്ഞ്, ആദ്യമായിട്ടാണ് കങ്കാരുവിനെ കാണുന്നത് കേട്ടോ. പിന്നെ പോയത് പാമ്പുകളുടെ സ്ഥലത്തേക്കാണ്. പിള്ളേർക്കൊന്നും ഒരു പേടിയില്ല. LKG-യിലും UKG-യിലൊക്കെ പഠിക്കുന്ന പിള്ളേരാണ് കേട്ടോ ഇതൊക്കെ. അവർ സിമ്പിളായിട്ടാണ് പാമ്പിനെ എടുക്കുന്നത്. അപ്പം ഞങ്ങൾ പറഞ്ഞു, ദേവിന് വഴി കൂടെ പോണ പാമ്പിനൊക്കെ കഴുത്തിലിടാവോന്നും ഞങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ദിവസം ഓരോ പാമ്പുകളാണ് കേട്ടോ നമ്മുടെ കയ്യിൽ തരുന്നത്. ഇന്ന് ഈ പാമ്പിനെയാണെങ്കിൽ നാളെ വേറെ പാമ്പിനെ ആയിരിക്കും തരാം. പിന്നെ കിളികൾ, പിന്നെ ഇങ്ങനത്തെ ഇതിനൊക്കെ നമ്മൾക്ക് കയ്യിലൊക്കെ തരും. അവർ കയ്യിൽ വെക്കാൻ തരും. ഞാനൊന്നും വെച്ചില്ല കേട്ടോ, വേറെ അവരൊക്കെ വെക്കുന്നുണ്ടായിരുന്നു, കയ്യിലൊക്കെ എടുത്ത് പിടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കണ്ട ഈ കിളികളൊക്കെ കയ്യിലും തലയിലൊക്കെ വെച്ച് നമുക്ക് ഫീഡ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ അതിൻ്റെ മറ്റേ ഫുഡ് തരും നമ്മുടെ കയ്യിൽ. അതുകൊണ്ടാണ് പഞ്ചവർണ്ണ കിളി ഉണ്ടല്ലോ, ഇതിന് കയ്യിൽ വെക്കാൻ തന്നില്ല കേട്ടോ. അവറ്റിങ്ങൾ ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നുള്ളൂ അത്ര പനിയായിട്ട്. പിന്നെ ആടുകൾ, ഇവർക്കൊക്കെ നമുക്ക് ഫീഡ് ചെയ്യാം കേട്ടോ. ഇലകളും ഇതൊക്കെ കൊടുക്കാനായിട്ട് സാധിക്കും. അതുമാതിരി തന്നെ കണ്ട പേടിയില്ലാത്തവർക്ക് ഇതേമാതിരി എല്ലാത്തിനും ഫീഡ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ കുറേ മൃഗങ്ങൾ, കഴുതകൾ, കുതിരകൾ. സത്യത്തിൽ ഞങ്ങൾ റെഡ് അലേർട്ട് ആയാലും കുറച്ച് പേടിച്ചിട്ട് പോയത്. നല്ല മഴയാവുമെന്ന് അറിയില്ലല്ലോ. പക്ഷെ അവിടെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നില്ല. ഇവരെ മേത്ത് വശം അവർ ഇതേ പോക്കലിൽ കയറി ഇരുന്ന് സുഖമായിട്ട് അവിടെ ഇരിക്കുകയാണ്. പിന്നെന്താ, ചെറിയ പാർക്കൊക്കെ ഉണ്ട് കുട്ടികൾക്ക് കളിക്കാനായിട്ട്. മറ്റേ ഒഴുകണ സാധനങ്ങളും ഊഞ്ഞാലുകളും ഒക്കെ ആയിട്ട് നല്ല രസമാണ്. പാർക്കിൽ കയറി പിന്നെ പിള്ളേരെ കാര്യം പറയണ്ടല്ലോ. അവർ ഇവിടെ നിന്ന് വരില്ലേ, പിടിച്ച് വലിച്ച് കരഞ്ഞും പിടിച്ചൊക്കെയാണ് വന്നത്. പിന്നെ ഊഞ്ഞാലാടി കുറച്ച് നേരം. പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ അവിടെ വെച്ചെടുത്തു. അത്രേ ഉള്ളൂ. പിന്നെ ഞങ്ങളൊരു 2 മണിക്കായപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഫുഡ് കഴിക്കാനായിട്ട് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.